എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ടിവിഎസിന്റെ EV സെഗ്മെന്റിലുള്ള എന്ന് പറയുന്ന വാഹനമാണ് കേട്ടോ. ഓർബിറ്റർ എന്ന് വെച്ചാൽ ഭ്രമണം എന്നാണ് അർത്ഥം, അതായത് കറങ്ങുക. അപ്പൊ ഈ ഒരു കറങ്ങുന്ന പുലിക്കുട്ടന്റെ വിശേഷങ്ങളായിരിക്കുന്നു. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ, മടിക്കാതെ പോരേട്ടാ. ഇതാണ് നമ്മുടെ TVS ഓർബിറ്റർ കേട്ടാ. ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് അടിപൊളി ഒരു വൈസറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ. അതിന് താഴെയായിട്ട് ഓവൽ ഷേപ്പിലാണ് LED ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത് കേട്ടാ. അതിന്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ സ്ക്വയർ ആയിട്ട് ഓർബിറ്റർ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊട്ട് താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വൈഡ് ആയിട്ടാണ് ഇവന്റെ DRLs പോണേ കേട്ടോ. സെൻട്രലായിട്ട് നമുക്ക് TVSന്റെ ആ ഒരു കുതിര ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സസ്പെൻഷന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. അലോയ് വിത്ത് 14 ഇഞ്ച് ഫ്രണ്ട് വീലാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു വാഹനത്തിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവില്ല കേട്ടോ, ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് കേട്ടോ. നമുക്ക് ചളിയൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു കവറിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാഹനത്തിന്റെ സൈഡ് വ്യൂയിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റേ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന്റെ ഷേപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട് പാനലിന്റെ അവിടെ നിന്ന് കണ്ടോ ഇവിടെ ഒരു ജസ്റ്റ് കട്ടിങ് വന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് അടിപൊളി ഗ്രാഫിക്സ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് വ്യൂയിലും ഇത് തന്നെ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു എയർ പോകാനുള്ള ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റ് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു വാഹനത്തിൽ ഫീഡിങ് ഫുഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഫുഡ് റെസ്റ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കേട്ടോ. സൈഡിലായിട്ട് കണ്ടോ നമുക്ക് ഓർബിറ്റർ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി വാഹനത്തിന്റെ റിയറിലോട്ട് വരാണെങ്കിൽ ഇവിടെ TVS എന്നുള്ള ആ ഒരു സ്റ്റിക്കർ കാണാം. അതുപോലെ നമുക്ക് ബാക്ക് റിയർ ടെയിൽ ലാമ്പ് കാണാം. LED തന്നെയാണ് വരുന്നത് കേട്ടോ. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഡബിൾ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് വരുന്നത് കേട്ടോ. മോട്ടോർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ BLDC മോട്ടറാണ് ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. 2.5 പീക്ക് പവർ ആണ് ഈ ഒരു മോട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓർബിറ്ററിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 68, 3.1 കിലോവാട്ട് ബാറ്ററിയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ ഫുൾ ചാർജ് ആവാൻ 4 മണിക്കൂറും 10 മിനിറ്റ് മതിട്ടാ. ഓർബിറ്റ് IDC റേഞ്ച് പറയണത് 158 കിലോമീറ്റർ ആട്ടോ. എന്റെ ഫുട്ബോൾ നോക്കുകയാണെങ്കിലോ 290 mm ആണ് കേട്ടോ. സുഖമായിട്ട് നമുക്ക് കാല് നീട്ടി വെച്ച് കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ നല്ലൊരു ഗ്ലോ ബോക്സ് ഇവിടെ കാണാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ലഗേജ് ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനം ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നത് കേട്ടോ. ഇവിടെയാണ് ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ചാർജബിൾ പോർട്ട് ഈ ഒരു സെൻട്രലായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല നീളമുള്ള ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു iQube-നായിട്ടും കുറച്ചുകൂടി ലെങ്ത് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു കുഷ്യൻ സീറ്റ് തന്നെയാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ള കേട്ടോ. നല്ല ലോങ് പോകുമ്പോഴും നമുക്ക് വല്ലാതെ മടുപ്പ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. നേരെ എന്റെ ബൂട്ട് സ്പേസിലേക്ക് പോവാ കേട്ടോ. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 34 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് ചാർജ് ചെയ്യണ ആ ഒരു സംഭവങ്ങളാണ് കേട്ടോ. കണ്ടോ ഇത്ര ഒരു സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് കാര്യങ്ങൾ വെച്ച് നമുക്ക്
2 ഹെൽമെറ്റും വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം ലഗേജ് എന്നല്ല, ചെറിയൊരു കാര്യങ്ങൾ, ഇത് ഇത്ര ഒരു പോർഷൻ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ കാര്യങ്ങളോ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 2 ഹെൽമെറ്റ് വെക്കാനുള്ള സൗകര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോണ്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. iQube എന്തൊക്കെയുണ്ടോ ആ ഒരു സിസ്റ്റംസ് ഒക്കെ ഇതിലുണ്ട്. പക്ഷെ ഒരു 2-3 കാര്യങ്ങൾ ഇല്ലാത്തതുണ്ട്. അത് TVS ഈ ഒരു വാഹനത്തിൽ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാട്ടോ. നേരെ നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്കാണ്, നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് കേട്ടോ. ക്ലസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നിരക്കെടുത്തി ജസ്റ്റ് ഹോൾഡ് ചെയ്തോണല്ലേ, അങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. ഒരു 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് സവിശേഷതകൾ വാഹനത്തിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. എല്ലാ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, 10x10 നാവിഗേഷൻ, അതുപോലെ ബാറ്ററി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ അറിയാൻ പറ്റും. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ, ആന്റി ടെഫ്റ്റ് അലേർട്ട്. അതായത് നമുക്ക് ഈ ഒരു വാഹനം കള്ളന്മാരൊക്കെ എടുത്തു കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരുപാട് സവിശേഷതകളാണ് നമുക്ക് മീറ്റർ ക്ലസ്റ്ററിലോട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്വിച്ചസിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് ദെൻ കിൽ സ്വിച്ച് ഇവിടെ കാണാം. അതിന്റെ തൊട്ട് താഴെ പാർക്കിംഗ് അസിസ്റ്റന്റ് സ്വിച്ചും വരുന്നുണ്ട്. ഇതിൽ തന്നെയാണ് റിവേഴ്സും വരുന്നത് കേട്ടോ. തൊട്ട് താഴെയായിട്ട് നമ്മുടെ മോഡ് സ്വിച്ച് കാണാം. മോഡുകൾ 2 മോഡ്സ് ആണ് വരുന്നത്, എക്കോയും സിറ്റിയും. എക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കൂടുതൽ മൈലേജ് നോക്കിയിട്ടാണ് നമുക്ക് എക്കോ. സിറ്റി വരുമ്പോൾ കുറച്ച് പവർ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചസ് കാണാം. ഇവിടെയാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് വരുന്നത് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ അതിന് താഴെ ഹോൺസും നമുക്ക് കാണാം. ഈ ഒരു വാഹനത്തിൽ മറ്റുള്ള വാഹനത്തിൽ നിന്ന് കാണാത്ത ഒരു സംഭവം ഉണ്ട്, ഓട്ടോമാറ്റഡ് ഹിൽ ഹോൾഡ് ഈ ഒരു വാഹനത്തിൽ TVS കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓർബിറ്റർ വരുമ്പോൾ ഒറ്റ വേരിയൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ. വേറെ വേരിയൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒറ്റ വേരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 6 കളേഴ്സും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,09,000 രൂപയാണ് ഇവന്റെ എക്സ് ഷോറൂം പ്രൈസ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള സെഞ്ചുറി TVS ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അവിടുത്തെ നമ്പർ ഉണ്ടാവും, നിങ്ങൾ വരാം, വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നു, തൃശ്ശൂർ ഭാഷയിൽ പറയാൻ വെച്ചാൽ നല്ല പെടപെടയ്ക്കാനായിട്ടുള്ള ഒരു വാഹനമല്ല, സാധാരണക്കാർക്ക് സാധാ ഒരു സ്പീഡിൽ ഒരു ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തിയ പിടി ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.